ഗൈസ് ഇപ്പൊ കേക്കാവോ? എടാ കേക്കാവോ? റീസ്റ്റാർട്ട് ആയോ സെർവർ? അണ്ണാ റീസ്റ്റാർട്ട് ആയി. പക്ഷേ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്റി ചീറ്റ് എന്തോ ഇട്ടപ്പം സെർവറിൽ കയറുന്നവർക്ക് ആ ബാൻ ഇട്ടിക്കൊണ്ടിരിക്കുക. അത് കോൺഫ്ലിക്റ്റ് എന്തോ ചെയ്തില്ലെന്ന് പറയും. ചെയ്തോണ്ടിരിക്കുവാണോ? ചെയ്തോണ്ടിരിക്കുക. നിഞ്ച എന്തായി? അതെ, നമ്മളിപ്പോ ആന്റി ചീറ്റ് ഇപ്പൊ മേടിച്ചല്ലോ. അപ്പൊ ഇട്ടിട്ട് എല്ലാം കോൺഫിഗ് ചെയ്തോണ്ടിരിക്കല്ല. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു പ്രശ്നം. അല്ല എത്ര ടൈം എടുക്കും? ഇല്ല സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. ആണോ? വേറെ ചിലവരിങ്ങനെ ഓട്ടോ ഇതായി പോകണ്ടോ. എന്നാ ഒരു കാര്യം ചെയ്യടാ, അത് ആന്റി ചീറ്റ് ഓഫ് ചെയ്തിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യും, എന്നിട്ട് ടെസ്റ്റ് ചെയ്യാം. നമുക്ക് വേറെ ബഗ് ഉണ്ടോ നോക്കാം. അല്ല അതും കൂടി ഇട്ട് അതെ. അല്ല ഞാൻ ആന്റി ചീറ്റ് ഇട്ട് ഇത്ര ലോഡ് വലിക്കും. അപ്പൊ ടോട്ടൽ അതും കൂടി ചെക്ക് ചെയ്യാം. ആന്റി ചീറ്റ് നല്ല രീതിയിൽ വലിക്കും. ടെസ്റ്റ് മാച്ച് കളിക്കുന്ന ടീമുകൾ ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ആരൊക്കെയാന്ന് വെച്ചാൽ ടെസ്റ്റ് ഇപ്പൊ കളിക്കുന്നത് TVA ഉണ്ട്, BM ഉണ്ട്, DLX ഉണ്ട്, അതായത് RSL7 ലൈനപ്പ്, പിന്നെ കാറ്റാടി, പിന്നെ CSK ചങ്ങനാശ്ശേരി സൂപ്പർ കിങ്സ്, KVയുടെ 2 ലൈനപ്പ്, ഉഷ്ണംമൂല, TGA, പിന്നെ RSL7 വേറൊരു ലൈനപ്പ്, പിന്നെ ബ്ലാക്ക് സ്കോഡ് അതും ഇവരുടെ, പിന്നെ ഡെത്ത് OG. ഇത്രയും പേരാണ് ഇത് കളിക്കുന്നത്. പറഞ്ഞു. ടെസ്റ്റ് മാച്ച് കളിക്കുന്ന ഇത്രയും ടീംസ് ആണ്. എന്റെ കേരള വിഷനെ എന്നെ ഇന്ന് ഊമ്പിക്കല്ലേ, എനിക്ക് പറയാവുള്ളൂ. അണ്ണ അവിടെയാണല്ലേ പറയാൻ പോലെ. ശരിയാണ്. എടാ ഇവിടുന്ന് പോവാൻ പറ്റത്തില്ലടാ, വെള്ളം എല്ലായിടത്തും. അതാണ് കുമരകം റൂട്ട് വെള്ളം, മറ്റേടത്ത് വെള്ളം, ആലപ്പുഴ റൂട്ട് വെള്ളം, എല്ലായിടത്തും വെള്ളം. പെട്ട് അവിടെ വല്ല പോയാ പോയി. എന്തായാലും സ്റ്റീം കീയൊക്കെ തന്നിട്ട് പോകണ, എന്തെങ്കിലും പറ്റിയ നമുക്ക് അന്നത്തെ പോലെ ചെയ്യാം. അല്ലാതെ ചെയ്യാൻ വേണ്ടിട്ടുള്ളതാണ്. കഴിഞ്ഞ വട്ടം ടൂർണമെന്റ് ഫസ്റ്റ് ഡേ അന്ന് സീന് വന്നു ഇതേപോലെ കറണ്ട് പോക്ക് ഒക്കെ വന്നില്ല. ഹെലികോപ്റ്റർ അർജന്റ് ആണ്. ഇത് ഏതാ പറഞ്ഞ, ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ജെറ്റ് അല്ലെങ്കിൽ ഹെലികോപ്റ്റർ മസ്റ്റാ. ജെറ്റ് എടുത്ത് പോവാന്നൊക്കെ. ഹെലി എടുത്തില്ല. ഒരെണ്ണം ഇഷ്ടപ്പെട്ടു ബ്രോ, പക്ഷെ അതിന്റെ കളർ ഇഷ്ടപ്പെട്ടില്ല. പെർഫോമൻസ് ഉള്ള കളർ വേറെ ഇല്ല, അതാണ് പ്രശ്നം. നോക്കുന്നുണ്ട്, കളറൂടെ ഒത്തു വന്നാൽ ഒരെണ്ണം എടുക്കും. 9:30 8:45 എണ്ണം വരില്ലേ? അല്ലേ 8:45 8:45 നേരത്തെ പറഞ്ഞേ ക്രാഷ് ആവണേ. റോക്സ്റ്റാർ ഗെയിംസ് ലോഞ്ചർ കുഡ് നോട്ട് ബി ഫൗണ്ട്. അണ്ണാ അത് സംഭവം എന്താ പറയാ, അണ്ണൻ GT ഓപ്പൺ ചെയ്താ? ഓ മറ്റേത് ഡൗൺലോഡ് ചെയ്യണം അല്ലേ, റോക്സ്റ്റാർ? അത് തന്നെ. അപ്പൊ അണ്ണൻ ജസ്റ്റ് ഒന്ന് GT ഓപ്പൺ ചെയ്യുമ്പോ റോക്സ്റ്റാർ ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ആവും. ജസ്റ്റ് GTA സ്റ്റീമിൽ കയറി GT ഒന്ന് ഓപ്പൺ ചെയ്യും. അണ്ണ സിറ്റി കയറി. അണ്ണ ഇപ്പൊ കയറോടാ. അപ്പൊ അണ്ണൻ ടെസ്റ്റ് സെർവർ കയറുന്നുണ്ട്. എല്ലാം ലോഡാക്കി എല്ലാം സെറ്റാക്കി വെക്കും. അണ്ണൻ ഇപ്പൊ CR കൊടുക്കാനുണ്ടന്ന്. എന്റെ വോയിസ് ലോ ആണ്. അത് സംഭവം എന്റെ മൈക്കിന്റെ വോയിസ് കുറഞ്ഞു നടക്കുക. ഒരു മിനിറ്റ്. ഹലോ 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 ഹലോ. ഇപ്പൊ കൂടിയില്ലേ? ഹലോ ഹലോ. അണ്ണൻ DJ വള്ളി ആയ VC-യിലൊന്ന് പോടാ. ഞാൻ കൊമ്പനടുത്ത് വിശേഷങ്ങളൊക്കെ ചോദിക്കുമല്ലായിരുന്നു. കുറച്ച് നാളായില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളിയൊക്കെ ആയിട്ട്. അപ്പൊ ഞങ്ങളുടെ ആ ഒരു ബോണ്ടൊക്കെ പോയി. ആ ബോണ്ട് കറക്റ്റ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. അണ്ണ എപ്പ സിറ്റി കയറണ? അയ്യോ ആ പറമ്പിൽ അണ്ണ പൈസ ബോണ്ട് ചെയ്യണില്ലേ അണ്ണ? അണ്ണന്റെ പൈസ ഞാൻ ചെയ്തോളാം. കോടിക്കണക്ക് പൈസ അണ്ണന്റെ കയ്യിലിരിക്കുന്നത്. എടാ എന്റെ ലാസ്റ്റ് ലൈവ് എടുത്ത് നോക്കിയ തരൂലേ അത് അപ്പാപ്പൻ അപ്പ തന്നെ. അത്ര ഉള്ള പിന്നെ നമ്മുടെ സെർവർ അല്ലേ എന്ന് പറഞ്ഞ ഇരിക്കും. പൈസയും പോയി, എല്ലാം പോയി.
സെർവർ കത്തിക്കുമല്ലോ, തീയിടുമല്ലോ ഞാൻ പൈസ തന്നില്ലെങ്കിൽ. 2000 കോടി എന്തോ ഉണ്ട്. 2000 കോടി എന്നാ സ്റ്റോറി ഇടും. ഇപ്പൊ ഇടും. നമുക്ക് ടെസ്റ്റ് കഴിഞ്ഞിട്ടെണ്ണ ഇടും. അപ്പൊ നേരത്തെ വരണേ, നിങ്ങളെല്ലാരും ഞാൻ വിളിക്കാൻ ഇരിക്കൂല. ആരും നമ്പർ പോലും എൻ്റെ കയ്യിലില്ല. കഴിഞ്ഞ വട്ടത്തെ ടൂർണമെന്റിൽ ഞാൻ വിളിക്കുമായിരുന്നു ആൾക്കാരെ, വയ്യോ വരണേ 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 എന്ന്. പക്ഷെ ഈ വട്ടം ഞാൻ വിളിക്കത്തില്ല. നിങ്ങൾ വന്നിരുന്ന് കളിക്കുക. കറക്റ്റ് സമയം നമ്മള് ടീം 1700 കഴിഞ്ഞ് ഞാൻ ഫോണിൽ വിളിക്കാം. അത് അത്തിയിരുന്നിട്ട് നീയൊക്കെ സമയത്തോടെ എത്തിക്കോളാം. എല്ലാത്തിനും കൃത്യനിഷ്ഠ ഇല്ലാത്തവന്മാരെയൊക്കെ പിന്നെ വന്നിട്ട് അത് മിസ്സായത് പറഞ്ഞ് എന്റെ മണ്ടേ കയറല്. ഞാനൊക്കെ കറക്റ്റ് സമയത്ത് വരുന്നു, ലൈവ് ഇടുന്നവനാ ഞാൻ. മനസ്സിലായേ? കറണ്ട് പോകത്തില്ലടാ ഇവിടെ. കറണ്ട് പോയാലും സീനില്ല. കറണ്ട് പോകത്തില്ല ഇവിടെ. കറണ്ട് പോയാലും സീനില്ല. എനിക്ക് ഇതാണ് പ്രശ്നം. സെർവർ അയ്യോ, ഞാൻ ഇപ്പൊ കണക്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഇവരടുത്ത് കൂടി പറഞ്ഞു കിട്ടണം. ഇത് സെറ്റായിട്ട് നമ്മളിവിടെ നിന്ന് കഥ അടിച്ചോണ്ടിരിക്കുക, അവരവരെ കയറി കളിച്ചോണ്ടിരുന്ന. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ബ്രോ. ഞാൻ സത്യം പറഞ്ഞ ടൂർണമെന്റിലല്ല, ഞാൻ ഈ ഒരു കാര്യം നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചോ ഗൈസ്, ഇവിടുത്തെ സിറ്റിസൺസ് അടക്കം ബാക്കി ലൈവ് കാണുന്നവരടക്കം ഈ സെർവർ കുറച്ചു ദിവസത്തേക്ക് പോയപ്പോഴാണ് ഈ സെർവറിന്റെ വില ശരിക്കും മനസ്സിലായത്. സത്യം കേട്ടോ, സത്യം. ആർക്കും കാണാനും ഒന്നുമില്ല, സന്തോഷിക്കാനും ഒന്നുമില്ല, ചിരിക്കാനൊന്നുമില്ല. അങ്ങനത്തെ അവസ്ഥയായി സത്യം പറഞ്ഞ. നമുക്ക് അതുവരെ ഒരു നോർമൽ സെർവർ അല്ലെങ്കിൽ ഒരു GTA സെർവർ എന്നുള്ളൊരു സാധനം മാത്രമേ എക്സ്ലാൻഡിസിനോട് ഒരു അങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ സിറ്റിസൺസ് ആയാലും ഈ റീൽസിൽ വരുന്ന കമന്റുകളാണേലും എല്ലാം അത് എല്ലാവർക്കും അത്ര ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ആ സാധനമേ. ഹലോ ചേട്ടാ, ഞാൻ ലൈവ് കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്തോണ്ടിരിക്കാൻ കുറച്ച് തിരക്കിലായിരുന്നു. ഇല്ലില്ല, അതൊന്നും ചെയ്യുന്നില്ല. ഞാൻ വിളിക്കാം. മാറ്റിനെ കൂടി വിളിക്കാം. ബിസിയില് നമ്മളെ ക്യാപ്റ്റനാണ് മാറ്റി. മാറ്റുണ്ടോ താഴെ? മാറ്റില്ല. മാറ്റി വരട്ടെ. നമ്മളെ മാറ്റ് ഡൗൺ ആയി. ചിക്കൻ കഴിച്ച് വയറുവേദന അടിച്ച് പിടിച്ച് കിടക്കുവാണ്. കണ്ണൻ കംബാക്ക് ലോഡി. പിന്നെ ഇന്നാണ് അവൻ ക്രോസ് ഓവർ എടുത്തിട്ടത്. ഇങ്ങനെയാണ് അവന്റെ കംബാക്ക്. വരുമ്പോ ചാറ്റ് ചാറ്റ് ഒരുപാട് നോക്കി റിയാക്ട് ചെയ്യും. അപ്പം ഒന്നുകൂടി പറയാം, നമ്മൾ മാക്സിമം എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഒന്നുകൂടി ഇത് വരുവാണെങ്കിൽ നിങ്ങൾ, എന്റെ വോയിസ് ഭയങ്കര കുറവാണോ? ഹലോ അത് എന്താ ഒരു മിനിറ്റ്, ഞാൻ ബൂസ്റ്റ് ചെയ്യാൻ പോണോ? വെയിറ്റ്. റൈറ്റ് ക്ലിക്ക്, ഫിൽട്ടർ, സപ്രഷൻ ഓഫ്. ഇപ്പൊ കേൾക്കാവോ ഗൈസ്? ഹലോ ബൂസ്റ്റ് ഓപ്ഷൻ ഉണ്ടോ? ഇപ്പൊ കേക്കാല്ലേ? ഞാൻ ഉറക്കം സംസാരിക്കാതെ. പിന്നെ സിറ്റി കയറോ? സിറ്റി സെറ്റ് ആയോ? വെയിറ്റ്. അടാ നിഞ്ച സെറ്റ് ആകുമ്പോ ഒന്ന് പറയണടാ, ഞാൻ ഇവിടെ ഇരിക്കുവാണ്. പറയാണ്ട് അറിയാൻ പറ്റത്തില്ല. അപ്പായോ? സെറ്റ് ആയതുകൊണ്ടിരിക്കുക. കുറച്ച് പറയണേ.
അപ്പാകുമ്പോ കേട്ടോ. അപ്പൊ പറയാ. എടാ കള്ളന്മാരെ, നിങ്ങൾ എന്നെ പറ്റിച്ചല്ലേ. ടൂർണമെന്റ് ടൈം സ്റ്റോറി ഇടുമ്പോൾ അണ്ണ ഇടും, അണ്ണൻ ടൈം ഇടും, കറക്റ്റ് ഇടും. ടെസ്റ്റ് എപ്പോഴാണ് ഇപ്പൊ കുറച്ച് ഒന്ന് ഫിക്സ് ചെയ്തോണ്ടിരിക്കുക. നമ്മുടെ ഇതും കൂടി ഇപ്പൊ നേരത്തെ കണ്ട FPS ഇല്ലേ, അത് ഈ ആന്റി ചീറ്റ് ഇടുമ്പോ കുറച്ച് കുറയും. കാരണം എല്ലാരെയും മോണിറ്റർ ചെയ്തോണ്ടിരിക്കുകയല്ല, അപ്പൊ അത് കുറച്ച് റിസോഴ്സ് വലിക്കുന്നതാണ്. അപ്പോൾ FPS ഡ്രോപ്പ് ആവും. അപ്പൊ അതും കൂടി ഇട്ടിട്ട് നമുക്ക് ചെക്ക് ചെയ്യുവാണെങ്കിൽ ബഗ് എന്തിലൊക്കെ വരുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അത് അവര് പറഞ്ഞില്ല, ഇന്നലെ രാത്രി ആ സെർവർ കിട്ടിയേ. അപ്പൊ അതുകൊണ്ട് എല്ലാം ഒന്ന് സെറ്റായി വരുന്നതാണ്. ഇത്രയും ടൈം കൊണ്ട് ഇത്രയും കാര്യങ്ങൾ സെറ്റായത് തന്നെ ഭയങ്കര വലിയൊരു കാര്യമാണ്. അപ്പൊ അതും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നവരെ ടൈം തരാം. അതും കൂടി കഴിഞ്ഞ് ഇത് രായ ഗോകുന് തൂറ്റലാണോ വരൂലെന്നേ? അണ്ണ പറഞ്ഞണ്ണ എന്റെ അടുത്ത് പറഞ്ഞു എന്തൊക്കെ മാസമായിരുന്നറിയോ, 4 വരെ അടിക്കും. എനിക്ക് തോന്നണ ഇന്ന് എക്സ്ലാൻഡീസ് കയറി ഒരു ടീഡിയം കളിച്ച് ആള് നടക്കണില്ലെന്ന് മനസ്സിലായപ്പോ നൈസായിട്ട് മുങ്ങിയതാണ്. നൈസായിട്ട് ചിക്കൻ കഴിച്ച് തൂറ്റലായെന്ന്. എനിക്ക് അണ്ണ എടുത്തിട്ട് തൂറ്റിക്കുമെന്ന് മനസ്സിലാക്കും. ഈഗിൾ ഓണർ ഓഫ് എക്സലന്റ് സെർവർ അല്ലേ ബ്രോ? ഞാൻ ഓണർ ഒന്നും അല്ല ബ്രോ. എക്സലാൻഡിസിന്റെ ഓണർ ബ്രാവോ ആണ്, മനസ്സിലായോ? ഞാൻ ഇങ്ങനെ ലൈവില് തമാശക്ക് പറയണതാണ് എന്റെ സെർവറാടാ എന്നത് എന്റെ സെർവർ ഒന്നും അല്ല. ബ്രാവോ ആണ് എക്സലാൻഡിസിന്റെ ഓണർ. പിന്നെ അതിൽ മാനേജ്മെന്റ് ടീമും പിന്നെ സപ്പോർട്ടിങ് ടീമായിട്ട് കുറച്ച് പേരുണ്ട്, മനസ്സിലായ? കാരണം സ്റ്റോറി ഇടുന്നില്ലേ എടാ, ടെസ്റ്റ് കഴിയാതെ എങ്ങനെയാടാ സ്റ്റോറി ഇടുന്നത്? ഈ ടെസ്റ്റ് തീരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക ഗൈസ്. ഇത് നേരത്തെ ചെയ്തുകൂടായിരുന്നോ എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിനൊരു വാലിഡ് ആയിട്ടുള്ളൊരു ഉത്തരവുണ്ട്. എന്താന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഈ എക്സലാൻഡിസിന്റെ കീഴിൽ തന്നെ നടത്താം എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്, മനസ്സിലായോ? അപ്പോൾ അത് ഫുൾ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നപ്പോഴാണ് ബ്രാവോയുടെ വീട്ടിൽ ഇങ്ങനത്തെ ഒരു സീൻ വന്നപ്പോഴത്തേനും ഇന്നത്തേക്കെല്ലാം ഓക്കെ ആക്കി വരാം എന്നുള്ള രീതിയിലായിരുന്നു ബ്രാവോ ഇരുന്നത്. അപ്പോൾ ബ്രാവോയുടെ കയ്യിലാണ് പേയ്മെന്റും ബാക്കി കാര്യങ്ങളും എല്ലാം കൊടുത്തിരുന്നതെല്ലാം ബ്രാവോയുടെ കയ്യിലായിരുന്നു. അപ്പോൾ ഹലോ, അതെ, ഇതിപ്പോ ഓരോരുത്തർ പല ടീമിലല്ല കളിച്ചോണ്ടിരിക്കണേ. അപ്പൊ അതൊന്ന് കോൺഫിഗ് ആഡ് ചെയ്യണം മറ്റേ ഡാറ്റാബേസിൽ. ഇപ്പൊ ടെസ്റ്റിന് വേണ്ടിട്ട് ഓരോ ഇതിൽ കളിക്കണേ, ഇപ്പൊ മിക്സറായിട്ട്. അപ്പൊ ആ ഒരു ഇഷ്യൂ ആണ് വന്നതാണ്. അപ്പൊ അതൊന്ന് സെറ്റ് ആയിക്കൊണ്ടിരിക്കുക. അത് പെട്ടെന്ന് ചെയ്യണ്ട് അവൻ നോട്. പിന്നെ കുറച്ച് പേർക്ക് മറ്റേ ആന്റി ചീറ്റ് കിക്ക് ആയിട്ടുണ്ട്, മറ്റേ ഇത് ഇട്ടിട്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ഫിക്സ് ചെയ്തോണ്ടിരിക്കുക. എടാ ഒത്തിരി ടൈം എടുക്കുവോ? അതാണ് പ്രശ്നം. നോക്കണ്ട്, മാക്സിമം നോക്കണ്ട് അവര്. അപ്പൊ ബ്രാവോ ആയിരുന്നു എല്ലാം ഏൽപ്പിച്ചിരുന്നത്. അപ്പൊ ഇന്നത്തേക്ക് വെള്ളമൊക്കെ വലിഞ്ഞ് എല്ലാം ഓക്കെ ആവുന്നുള്ള രീതിയിലാണ് ഇരുന്നത്. അപ്പൊ ഇന്നലെ ആയപ്പോഴും അവന്റെ വീട്ടിലത്തെ വെള്ളവും ഇതൊന്നും പോയില്ല. പിന്നെ അവിടെ കറണ്ടും ഇല്ല. ആകെ മൊത്തത്തിലുള്ള ശോകം സിറ്റുവേഷൻ ആണ് ഗൈസ്. ചില്ലാവ് ഗൈസ്. ഈ ചാറ്റിൽ നിങ്ങൾ ഇങ്ങനെ ഇതാവാതെ ഗൈസ്. അവർക്ക് ഇഷ്ടമുള്ള ടീമിനെ പറ്റിയല്ല അവർ പറയുള്ളൂ. നിങ്ങൾ അതിന് റിപ്ലൈ കൊടുക്കണ്ട. ചില്ലാവ് എടാ. അവർക്ക് ഇഷ്ടമുള്ള ടീമിനെ സപ്പോർട്ട് ചെയ്തോട്ടെ. ചില്ലാവ് വിട്. നിങ്ങളൊക്കെ അത് വിട്. നിങ്ങൾ ഇത് കാണ്, ഞാൻ പറയണ കാര്യം കേക്ക്. എന്നിട്ട് ഒരു കാര്യം പറഞ്ഞോണ്ടിരിക്കും അതിന്റെ ഇടക്കൂടിരുന്ന് അതിന്റെയൊക്കെ വെറുതെ എന്നിട്ട് അപ്പം നമ്മൾ അങ്ങനത്തെ പ്ലാനിലായിരുന്നു ഇരുന്നത്. അങ്ങനെ ഇരുന്നപ്പോൾ ലാസ്റ്റിൽ ഇത് ബ്രാവോ തന്നെ പറഞ്ഞു, എടാ എനിക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഇതാവും എന്നുള്ള രീതിയിൽ. പിന്നെ നമുക്ക് ഉണ്ടായിരുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ കുറച്ച് 2-3 ദിവസത്തോടെ ബ്രാവോയുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ റെഡി ആവുന്നവരെ വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പുതിയൊരു സെർവർ ബിൽഡ് ചെയ്യുക എന്നുള്ളൊരു സാധനമാണ്. ഇന്നലെ തന്നെ ഹോസ്റ്റ് എടുത്തു, കീ വാങ്ങിച്ചു, ആൻറ്റി ചീറ്റ് എടുത്തു, ബാക്കിയുള്ള സ്ക്രിപ്റ്റും കാര്യങ്ങളിലെല്ലാം റെഡിയാക്കി എല്ലാം. ഞാൻ ഇന്നലെ രാത്രി ഒരു വെളുപ്പിന് 6 മണിക്കാണ് ഇതിന്റെ പേയ്മെന്റും കാര്യങ്ങളൊക്കെ നിഞ്ചയ്ക്ക് കൊടുക്കുന്നത്. അവൻ ആ സമയത്ത് ഉണർന്നിരിക്കുന്നു, ഇപ്പോഴും ഉണർന്നിരിക്കുന്നു, ഉച്ചയ്ക്ക് ഉണർന്നിരിക്കുമായിരുന്നു, എല്ലാ സമയത്തും അവൻ ഉണർന്നിരിക്കുമായിരുന്നു. അവൻ ഉറങ്ങിയിട്ടില്ല അവൻ, സത്യം പറഞ്ഞ. അങ്ങനെ നിന്നാണ് ഈ സെർവർ ഇപ്പൊ ഇതാക്കി. നിങ്ങൾക്ക് ഒരു ഡേറ്റ് പറഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി ഡിലേ ആക്കി 4th ആക്കി, എനിക്കത് അറിയാം. അത് പക്ഷേ നമുക്ക് ഇങ്ങനത്തെ ഒരു സീൻ വന്നതുകൊണ്ടാണ് വീണ്ടും നിങ്ങളെയും കൂടെ വെറുപ്പിക്കണ്ട എന്ന് വിചാരിച്ചാണ് ഇന്നങ്ങ് നടത്താം എന്നുള്ള രീതിയിൽ ഇന്ന് തന്നെ നമ്മൾ ഈ സെർവർ എല്ലാം സെറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് ഈ ടെസ്റ്റ് ഇച്ചിരി ഡിലേ ആയത്. എല്ലാം ഒന്ന് റെഡിയായി ഉച്ചയ്ക്കാണ് നമുക്ക് കീ എല്ലാം ആക്റ്റീവായി കിട്ടിയത്. സ്ക്രിപ്റ്റ് എല്ലാം ലോഡാക്കി കഴിഞ്ഞപ്പോഴത്തേന് തന്നെ ഉച്ച കഴിഞ്ഞ് വരുന്നേരം. അപ്പം ഞാൻ ഉറക്കം കഴിഞ്ഞിട്ട് ആദ്യമേ ടെസ്റ്റ് ചെയ്യാനുള്ളത് ഇട്ടപ്പോഴത്തേക്കിന് ടീമിൻ്റെ കാര്യം. അപ്പോഴാണ് ആൻറ്റി ചീറ്റിൻ്റെ നമ്മുടെ ഉണ്ടായിരുന്ന ആൻറ്റി ചീറ്റ് സ്ക്രിപ്റ്റ് വർക്ക് ആവണില്ല. പുതിയൊരു ആൻറ്റി ചീറ്റ് മേടിക്കേണ്ട വന്നു. പുതിയ ആൻറ്റി ചീറ്റ് ഇപ്പോൾ മേടിച്ച്
മേടിച്ചിട്ട് ഇതിൽ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അവര്. മനസ്സിലായി. അതുകൊണ്ടാണ് ഈ ടെസ്റ്റ് ഇച്ചിരി ഡിലേ ആയി പോയത്. 5:30 വെച്ച ടെസ്റ്റ് ആയിരുന്നു, അതാണ് ഇത്രയും ഡിലേ ആയിട്ട് കാരണം നമ്മളെ കയ്യിൽ നേരത്തെ ഇരുന്നത് 40 പേർക്കുള്ള സ്ലോട്ടാണ്. അപ്പം 40 പേർക്കുള്ളത് നമ്മൾ കയറി ഓൾമോസ്റ്റ് ആൾക്കാരെ കയറ്റി നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിലൊന്നും ബഗ് വന്നിട്ടില്ല. അപ്പം ഈ 100 പേരെ കയറ്റുമ്പോൾ അഡീഷണലി വേറെ എന്തൊക്കെയാണ് ഫേസ് ചെയ്യണമെന്ന് അറിയണം. അതാണ് അതെ. എന്നാ താറങ്ങ് ഓടിച്ച് ചെക്കുകയും വെള്ളത്തിൽ ഇറക്കിയിട്ട് ലീക്ക് ഉണ്ടോന്ന് ടെസ്റ്റ് ചെയ്യാം. ഒരു ഓഫ് റോഡ് വണ്ടി കയ്യിലുണ്ടെന്ന് പറഞ്ഞ് ഞാനേ അത് ബോട്ടാണെന്ന് വിശ്വസിക്കാനുള്ള പൊട്ടനല്ല. സ്നോർക്ലർ പോലും ഇല്ല. മറ്റേ എടാ ഓഫ് റോഡ് വണ്ടി എന്ന് പറഞ്ഞാൽ വെള്ളം ഇല്ലാത്ത റോഡ് ഇല്ലാത്ത എല്ലായിടത്തൂടെയും പോകുന്നല്ലടാ അതിന്റെ അർത്ഥം. ഒന്നാതെ പണിത് ഇറക്കിയതേ ഉള്ളു ഞാൻ. കഷ്ടകാലത്തിന് ഇനി അതിനകത്തൂടെ കൊണ്ട് ഞാൻ ഇത് പറഞ്ഞിട്ട് ഞാൻ എങ്ങനെ കൊണ്ട് എന്റെ വണ്ടി എങ്ങനെ വെള്ളത്തിൽ വീണുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. പക്കു ഹായ്, വെൽക്കം ടു ദി സ്ട്രീം. എന്റെ സൗണ്ട് എന്റെ സൗണ്ട് എന്തോ ഇതാടാ, മൈക്ക് കറക്റ്റ് ഞാൻ സെറ്റ് ആക്കാം. ഹലോ 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 ഹലോ. സെർവർ കത്തിയല്ലോ. വീണ്ടും പോയാ? ഇല്ലടാ, മൈക്കുണ്ട്. ഓക്കെ. നിങ്ങളെ ഞാൻ ഇപ്പൊ വരാവേ. വേറെ ഗോട്ട് ബാത്റൂമിലാണ്, നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഐഫി ലീക്കായാണ്. ഇല്ല, ലീക്കായില്ല. എന്ത് പറ്റി? ഇതൊക്കെ ഇവിടെ അല്ലാതെ എന്താ ആന്റി ചീറ്റിന്റെ ഇത് ക്രാഷ് ആയതാടാ. ഫിഫി വെൽക്കം 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 ടു സ്ട്രീം. അണ്ണ ബിയും അത് അണ്ണപ്പ വരും പോയിരിക്കുന്നു. അണ്ണപ്പ വരും. സർവർ പോയി. അത് ഇവർ ആന്റി ചീറ്റ് ഇടുന്നോണ്ട് പോകുന്നതാണ്. അതിപ്പോൾ വരും. സർവർ ഇപ്പോൾ വരും. ടെസ്റ്റിംഗ് ആണ്. സർവർ IP. സൂപ്പർ. കൊച്ചുക്കള്ള അണ്ണ, ഇന്നാണോ ടൂർണമെന്റ്? യെസ് ടുഡേ ഈസ് ദി ടൂർണമെന്റ്. അത് IP എന്നല്ലടാ, അവന് ബാനൊന്നും കൊടുക്കണ്ട. അത് ചുമ്മാ